ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങളിപ്പോൾ പോകുന്നത് വാരിബിയിലുള്ള ഹോളിഡേ ഇൻ ഹോട്ടലിലേക്കാണ് കേട്ടോ. എനിക്കിന്ന് അവിടെയാണ് വർക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അവിടേക്ക്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം കേട്ടോ. ഏട്ടൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവും. ഇതാണ് ഹോളിഡേ ഇൻ ഹോട്ടൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഞാനിപ്പോൾ ഹോളിഡേ ഇൻ വാരിബിയിലാട്ടോ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഷോ ഉണ്ട്. ഞങ്ങളാണ് ഹെയർ മേക്കപ്പും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലിഫ്റ്റിലാണുള്ളത്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ റിസപ്ഷനിൽ വന്ന് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 8th ഫ്ലോറിലേക്കാണ് വന്നിട്ടുള്ളത്. റിസപ്ഷൻ കണ്ടുപിടിച്ചു. ഇനി എവിടെയാണ് പ്രോഗ്രാം എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാള് കണ്ടുപിടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്, വോഗ് വിഷൻ ആൻഡ് എക്സ്പോ. വേറൊരു കാര്യം, ഞാനാണ് ഇവിടെ ഫസ്റ്റായിട്ട് വന്നത് കേട്ടോ. ഈ കാണുന്നതാണ് റാമ്പ്. ഈ സൈഡിൽ കാണുന്നത് സ്റ്റോളിനുള്ളതാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചത് ആദ്യം നമുക്ക് ഇവിടെയാവും മേക്കപ്പ് ചെയ്യാൻ, ഇവിടെ ആയിരുന്നില്ല, വേറെ റൂം ഉണ്ടായിരുന്നു നമുക്ക്. നമുക്കൊരു 22 എൽഡേഴ്സിനെയും ഒരു 15 കുട്ടികളെയും മേക്കപ്പും ഹെയറും ചെയ്യാനുണ്ട് കേട്ടോ. നോക്കാം, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാം, ശ്രമിക്കാം കേട്ടോ. എക്സൈറ്റഡ് ആണ്. ഇതിപ്പോൾ എൻ്റെ ഒരു 3ാമത്തെ ഷോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഫസ്റ്റല്ല, എന്നാലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ചെറുതായിട്ട്. ഇതാണ് എൻ്റെ ലുക്ക്. ഞാനാണ് ഇവിടെ ഫസ്റ്റ് വന്നത്. ഞാൻ വെച്ചാൽ എല്ലാവരും എത്തിയിട്ടുണ്ടാവുമെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ 8th ഫ്ലോറിലാണ്. ഇതാണ് അതിൻ്റെ ബാൽക്കണി വരുന്നത് കേട്ടോ. ആരും വരാത്തതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വിശദമായിട്ട് വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കിട്ടുന്നില്ല കേട്ടോ. നമ്മളൊരു 6 or 7 മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും പേർക്ക് ഹെയറും മേക്കപ്പും ചെയ്യണമല്ലോ. അത് മാത്രമല്ല അവർക്ക് 2 or 3 കോസ്റ്റ്യൂം ചേഞ്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ ടച്ചപ്പും കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് തന്നെ എപ്പോൾ തിരിച്ചു പോകും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ട്രെയിൻ എടുത്ത് പോകാനാണ്. നോക്കാം നമുക്ക്. ഞാനെൻ്റെ ഹെയർ സ്പ്രേയും ബ്രഷും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എല്ലാവരും വന്നു തുടങ്ങി. എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കേണ്ട തിരക്കിലാണ്. ഈ നിപ്പ് ഞാനൊരു 3 മണി വരെ നിന്നിട്ടുണ്ട് കേട്ടോ. 7 മണിക്ക് തുടങ്ങിയിട്ടുള്ള യുദ്ധമായിരുന്നു. 3 മണി വരെ ഒരൊറ്റ നിൽപ്പായിരുന്നു. കാരണം അത്രയും തിരക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഒരു 2:30 ആയപ്പോഴാണ് ഫുഡ് എടുത്ത് കഴിക്കുന്നത്. അതും യാഷ് എനിക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത് ഫുഡ്. അങ്ങനെ മൊത്തം തിരക്കായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ വീഡിയോ എടുത്തത് ഒരു ഓർഡറിലേ അല്ല കേട്ടോ. അവർ പറയുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കേളി ഹെയറാണ് ചെയ്യാൻ പറഞ്ഞത്. കാരണം അവർക്ക് 2-3 ഔട്ട്ഫിറ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ കേളി ഹെയർ ആകുമ്പോൾ എല്ലാത്തിലും സ്യൂട്ട് ആവുമല്ലോ. അപ്പോൾ ഞാൻ കേളി ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് ഇന്ത്യൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഫാഷൻ ഷോ ആണ്. ഇന്ത്യൻ വെയറാണ് കൂടുതലും. പിന്നെ സ്യൂട്ട്സ് ഉണ്ട്. സ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് അവരപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇതുപോലെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തു. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ സ്യൂട്ട്സൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നത് മൊത്തം ഹിന്ദിയാണ് കേട്ടോ. അവർ എൻ്റെ അടുത്തും ഹിന്ദിയിൽ സംസാരിക്കും. എനിക്കാണെങ്കിൽ സ്പീഡിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഹിന്ദി മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അവരോട് സോറി പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഒരു മലയാളീനെ കണ്ടു കേട്ടോ. അതൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ സാധാരണ മലയാളീസിനൊന്നും കാണാറില്ല. ഒരു മോഡൽ മലയാളിയായിരുന്നു. ഞാൻ കാണിക്കാം കേട്ടോ ആളെ. ഞാനിതിൽ ഹെയർ ഡ്രസ്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിന് സമയം കിട്ടിയില്ല. ഹെയറിന്ന് കൈയെടുത്താലല്ലേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേൾസൊന്നും ഫൈനൽ ഫിനിഷ് അല്ല കേട്ടോ. ഇത് ഞാൻ കേൾ ചെയ്തിട്ട് സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ വൈഡ് കോംബോ വെച്ചിട്ടോ ചെയ്യാലാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് കിട്ടുള്ളൂ കേട്ടോ. ബൈ ഇതാണ് യാഷ്. ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും വർക്കിന് പോവാറ് കേട്ടോ. ഞാൻ യാഷിനെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ മേക്കപ്പ് അക്കാദമിയിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഹെയറും മേക്കപ്പും കോഴ്സ് അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ.
അവിടെ വെച്ചിട്ട് ഞാൻ ഹെയർ ചെയ്യുന്നത് ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഞാനിങ്ങനെ വർക്കിന് പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ അന്ന് കൂടെ കൂടിയതാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ. Turn little bit for me. Wow. Wow. Turn for me little bit. Turn. Yeah. Back. ഇങ്ങനെ കുഞ്ഞു മക്കളുടെ അമ്മമാർ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ ഏത് ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഞാനൊരു മലയാളി മോഡലിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇതാണ് കേട്ടോ അലീന. എല്ലാവരും നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഷോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഈ വർക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ മെൽബണിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ ID കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റാ IDയും Gmail IDയും കൊടുക്കാം. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അവിടെ ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെയാണ് നിങ്ങൾ ബഹളം കേൾക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്തതാണ്. ഇവരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. പലരും ആദ്യമായിട്ട് റാമ്പിൽ കയറുന്ന ആൾക്കാരാണ്. പക്ഷേ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ. नजरों ने तेरी छुआ यूं है ये जादू हुआ बोलने लगी हूँ मैं हंसी आपरे 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 देखो मैं तुझे या देखो कुदरत के नजारे मुश्किल में है ये दिल मेरा माना तेरी सूरत की है चांदी 100% मिलो मेरे दिल का सोना बेकरा ये तेरी चांद वालियां है होठों पे ये गालियां ये तेरी चांद वालियां है होठों पे ये गालियां सोचने का मौका न दिया है मैं तो तेरे पीछे हो लिया मैं तो तेरे पीछे हो लिया मैं तो तेरे पीछे सूट पटियाला तेरा जुत्ती अमृत सरिया दिल कमजोर है मेरा जाने लग रहे तेरे मेरा इश्क नहीं मुकना पक्का है प्रॉमिस जगता खड़े नैनों से बेचे तो दूर से मुझको खींचे खड़े नैनों से बेचे तो दूर से मुझको खींचे डोर तू पतंग मैं तेरा मैं तो तेरी छत में जा गिरा ओ मैं तो तेरे पीछे हो लिया ओ मैं तो तेरे पीछे गुलाबी आंखें तेरी देखी शराबी है दिल हो गया संभालो मुझको और मेरे यारों संभलना मुश्किल हो गया
ഇവിടെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സിൻ്റെയും ഓർണമെൻറ്റ്സിൻ്റെയും ഒക്കെ ആയിട്ട്. അതൊന്നും എനിക്ക് നോക്കാൻ തന്നെ പറ്റിയില്ല, അതാ കണ്ടില്ലേ. ഇനി നേരെ ചെന്ന് ഫുഡ് കഴിച്ച് ഒരു 2 ഹെയറും കൂടി എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് വേഗം പോവാണ് ഉണ്ടായത്. ഞാനിനി തിരിച്ചു പോകുന്നത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ. അവർ നമ്മുടെ അവിടേക്ക് വരുന്നുണ്ട്, അപ്പോൾ അവരെന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം ഭാഗ്യമായി. ഹലോ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഹറിബറിയാണ് കേട്ടോ, കാരണം എൻ്റെ ഫ്രണ്ട് താഴെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേഗം പോകണം. അപ്പോൾ ശരി, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.